ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏതായിരുന്നു? വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏതായിരുന്നു? വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. സ്വാതന്ത്ര്യാനന്തരം വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാം? കൽക്കട്ട, ബീഹാർ, നൗഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. സ്വാതന്ത്ര്യാനന്തരം വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാം? കൽക്കട്ട, ബീഹാർ, നൗഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? നൗഖാലി, കിഴക്കൻ ബംഗാളിൽ. ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? നൗഖാലി, കിഴക്കൻ ബംഗാളിൽ. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരണപ്പെട്ടത് 1948 ജനുവരി 30. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരണപ്പെട്ടത് 1948 ജനുവരി 30. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉർവശി ബൂട്ടാലിയ. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉർവശി ബൂട്ടാലിയ. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? സർദാർ വല്ലഭഭായ് പട്ടേൽ. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? സർദാർ വല്ലഭഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി? VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി? VP മേനോൻ. VP മേനോൻ ജനിച്ച വർഷം? 1894 ഒറ്റപ്പാലത്ത്, പാലക്കാട് ജില്ലയിൽ. VP മേനോൻ ജനിച്ച വർഷം? 1894 ഒറ്റപ്പാലത്ത്, പാലക്കാട് ജില്ലയിൽ. VP മേനോൻ രചിച്ച പുസ്തകങ്ങൾ? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോൻ രചിച്ച പുസ്തകങ്ങൾ? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സർദാർ വല്ലഭഭായ് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലയന കരാർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സർദാർ വല്ലഭഭായ് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലയന കരാർ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗണ്ഡ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗണ്ഡ്. കാശ്മീരിലെ രാജാവായിരുന്ന രാജ ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നായിരുന്നു? 1947 ഒക്ടോബർ 26. കാശ്മീരിലെ രാജാവായിരുന്ന രാജ ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നായിരുന്നു? 1947 ഒക്ടോബർ 26. 1948 നടന്ന ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യം? ഹൈദരാബാദ്.
1948 നടന്ന ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യം ഹൈദരാബാദ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ്. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാം? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാം? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാം? ഗോവ, ദാമൻ, ദിയു. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാം? ഗോവ, ദാമൻ, ദിയു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവത്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവത്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി പൊട്ടി ശ്രീരാമുലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി പൊട്ടി ശ്രീരാമുലു. എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പൊട്ടി ശ്രീരാമുലു മരണമടഞ്ഞത്? 58. എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പൊട്ടി ശ്രീരാമുലു മരണമടഞ്ഞത്? 58. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിച്ച വർഷം 1953. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിച്ച വർഷം 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപവത്കരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപവത്കരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1953 രൂപവത്കൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. 1953 രൂപവത്കൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി KM പണിക്കർ. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1956. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1956. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാന 2014 ജൂൺ 2. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാന 2014 ജൂൺ 2. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെല്ലാം? ജമ്മു കാശ്മീർ, ലഡാക്ക്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെല്ലാം? ജമ്മു കാശ്മീർ, ലഡാക്ക്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 2019 ഒക്ടോബർ 31. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ലയനം നിലവിൽ വന്ന വർഷം 2020 ജനുവരി 26. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ലയനം നിലവിൽ വന്ന വർഷം
2020 ജനുവരി 26. കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ നിയന്ത്രണത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം 1947. കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ നിയന്ത്രണത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം 1947. 1947 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1947 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1947 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. 1947 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് യുദ്ധം നടന്ന വർഷം 1962. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് യുദ്ധം നടന്ന വർഷം 1962. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി YB ചവാൻ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി YB ചവാൻ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി താഷ്കൻഡ് കരാർ 1966. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി താഷ്കൻഡ് കരാർ 1966. ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരാൻ കാരണമായ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971. ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരാൻ കാരണമായ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി സിംല കരാർ 1972. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി സിംല കരാർ 1972. കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമാണ് കാർഗിൽ യുദ്ധം 1999. കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമാണ് കാർഗിൽ യുദ്ധം. 1999 കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. 1999 കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. 1999 കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ്. 1999 കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യ.
ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യ. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. ദേശീയ ആസൂത്രണ സമിതി രൂപവത്കൃതമായ വർഷം 1938. ദേശീയ ആസൂത്രണ സമിതി രൂപവത്കൃതമായ വർഷം 1938. ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? സോവിയറ്റ് യൂണിയൻ. 1944 ഇന്ത്യയിലെ 8 വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ബോംബെ പദ്ധതി. 1944 ഇന്ത്യയിലെ 8 വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ബോംബെ പദ്ധതി. ബോംബെ പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളി ജോൺ മത്തായി. ബോംബെ പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളി ജോൺ മത്തായി. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് എം.എൻ. റോയ്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് എം.എൻ. റോയ്. ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി എസ്.എൻ. അഗർവാൾ. ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി എസ്.എൻ. അഗർവാൾ. സർവോദയ പ്ലാൻ തയ്യാറാക്കിയ വ്യക്തി ജയപ്രകാശ് നാരായണൻ. സർവോദയ പ്ലാൻ തയ്യാറാക്കിയ വ്യക്തി ജയപ്രകാശ് നാരായണൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചവത്സര പദ്ധതികൾ. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയനായ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ.എൻ. രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയനായ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ.എൻ. രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ ബക്രാനങ്കൽ, ഹിരാക്കുഡ്.
ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ: ബക്രാനങ്കൽ, ഹിരാക്കുഡ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അതായത് UGC നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി: രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി: രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ ഏതെല്ലാം? ഭിലായ്, ഛത്തീസ്ഗഡിൽ. ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. റൂർക്കേല, ഒഡീഷയിൽ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ ഏതെല്ലാം? ഭിലായ്, ഛത്തീസ്ഗഡിൽ. ദുർഗാപൂർ, പശ്ചിമ ബംഗാളിൽ. റൂർക്കേല, ഒഡീഷയിൽ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാൻ ഹോളിഡേ, 1966-69. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാൻ ഹോളിഡേ, 1966-1969. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കുകയും പകരം പുതിയ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ഈ പദ്ധതികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റോളിംഗ് പ്ലാൻ, 1978-80. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കുകയും പകരം പുതിയ പദ്ധതി നടപ്പാക്കുകയും ചെയ്തു. ഈ പദ്ധതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? റോളിംഗ് പ്ലാൻ, 1978-80. ഏഴാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? വാർഷിക പദ്ധതികൾ, 1990-92. ഏഴാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? വാർഷിക പദ്ധതികൾ, 1990-92. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏത് പദ്ധതി കാലയളവിലാണ്? വാർഷിക പദ്ധതികൾ. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏത് പദ്ധതി കാലയളവിലാണ്? വാർഷിക പദ്ധതികൾ. പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തിയ 73-ാം ഭേദഗതി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി. പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തിയ 73-ാം ഭേദഗതി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 50-ാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി? 9-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 50-ാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി ഏത്? 9-ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10-ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി? 11-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി? 11-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിൽ അവസാനത്തെ പദ്ധതി? 12-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിൽ അവസാനത്തെ പദ്ധതി? 12-ാം പഞ്ചവത്സര പദ്ധതി. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട വർഷം? 2014 ഓഗസ്റ്റ് 17. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട വർഷം? 2014 ഓഗസ്റ്റ് 17. 2015 ജനുവരി 1 മുതൽ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതായത് നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതായത് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ?
പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. ഇന്ത്യയിലെ ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത്? ബക്രാൻ അങ്കൽ. ഇന്ത്യയിലെ ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത്? ബക്രാൻ അങ്കൽ. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഹരിബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഹരിബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പരാമർശിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പരാമർശിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.